Welcome to my channel Civil Tips and Tricks. Please like, share and subscribe my video. എൻ്റെ വീഡിയോ വന്നിട്ട് SSC എക്സാം JEEക്കും കേരള PSC എക്സാംസിനും പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ടു സർവേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. ബേസിക് യൂണിറ്റ്സ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. മെട്രിക് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 mm വന്നിട്ട് 1 cm ആയിരിക്കും. നമ്മുടെ സ്കെയിലിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ 10 mm 1 cm ആണ്. 10 cm 1 decimeter ആയിരിക്കും. 10 decimeter 1 meter ആയിരിക്കും. 1000 meter വന്നിട്ട് 1 kilometer ആയിരിക്കും. 1852 meter വന്നിട്ട് 1 nautical mile ആയിരിക്കും. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലിലെ ഡെപ്ത്, അതിന് ഉള്ള ഡെപ്തസ് ആണ് നോട്ടിക്കൽ മൈൽ. നോട്ടിക്കൽ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡീപ് സീ, അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഷോർട്ടായിട്ടുള്ള ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാനായിട്ട് വേണ്ടി ഞാൻ കുറച്ച് ട്രിക്സ് പറഞ്ഞു തരാം. ഓക്കെ, പെട്ടെന്ന് യൂണിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട്. A വന്ന് 1, B വന്നിട്ട് 2, 3 വന്നിട്ട് അല്ല C വന്നിട്ട് 3, D വന്നിട്ട് 4, E 5, F 6, G 7, H 8, I 9, J 10. ഇത് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് വന്നിട്ട് ബ്രിട്ടീഷ് യൂണിറ്റ്സ് ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. 1 yard = 91.44 cm. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ മതിൽ ചാടി യാർ എന്ന് പറഞ്ഞു. ഞാൻ ഐ എൽഡ് ബട്ട് ആദി ആണ്, പിന്നെ 2 ഡോഗിനെ അഴിച്ചു കിട്ടും എന്ന് ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോഗ്, അപ്പോൾ ഒരു ആളെന്ന് പറയുമ്പോൾ 1 ഓർത്ത് വയ്ക്കുക ഒരു. അത് കഴിഞ്ഞിട്ട് യാർ എന്ന് ഓർത്ത് വയ്ക്കുന്നത് യാർഡ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ഐ എൽഡ്, ഐ എന്ന് പറഞ്ഞാൽ 9. ഓക്കെ, പിന്നെ ആദി എന്ന് പറഞ്ഞാൽ ആ എ വന്നിട്ട് 1. ഓക്കെ, അടുത്തത് നിന്ന് 2 ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D, 2 D എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാ 2 4. ഓക്കെ, അടുത്തത് വന്നിട്ട് 1 foot = 30.48 cm. ഓക്കെ, ഫൂട്ടിൽ നോക്കിയപ്പോൾ സെലീൻ കണ്ടു ദിവ്യ ഹൈറ്റിൽ കയറുന്നു എന്ന്. ഓക്കെ, മരത്തിൻ്റെ ഫൂട്ടിൽ നിന്നും ഓർത്താൽ മതി. ഓക്കെ, മരത്തിൻ്റെ ഫൂട്ടിൽ നോക്കിയപ്പോൾ സെലീൻ എന്ത് കണ്ടു? ദിവ്യ ഹൈറ്റിലോട്ട് കയറുന്നത് കണ്ടു. അപ്പം ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ സെലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ 3 ഓർത്ത് വെക്കുക. പിന്നെ 4 വന്നിട്ട് ദിവ്യയുടെ D ഓർത്ത് വെക്കുക. H എന്ന് പറഞ്ഞാൽ 8 ഓർത്ത് വെക്കുക. അടുത്തത് 1 inch = 2.54 cm. എങ്ങനെ ഓർത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി കഴിച്ചപ്പോൾ ബിന്ദു ഈഗിളിനെ കണ്ടു ഡോറിൽ. ഓക്കെ, അപ്പം ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഓർത്ത് വെക്കുക. ബിന്ദു എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ 2 ഓർത്ത് വയ്ക്കുക. ഈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഓർത്ത് വയ്ക്കുക. E വന്നിട്ട് 5 ആണ്. ഓക്കെ, D വന്നിട്ട് 4, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അടുത്തത് 12 inches = 1 foot. ഓക്കെ, എങ്ങനെ ഓർത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചൻ ഒരു കഷ്ണം ഇഞ്ചി വാങ്ങിച്ചു അയാളുടെ ഫൂട്ടിൻ്റെ സൈസിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അമിതാഭ് ബച്ചൻ A വന്നിട്ട് 1, B വന്നിട്ട് 2. ഓക്കെ, ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഓർത്ത് വയ്ക്കുക. അതിന് ഫൂട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 3 feet = 1 yard. ഓക്കെ, കാറ്റിനെ ഫീസ്റ്റിന് വിളിച്ചു. എവിടെ? ഒരു യാർഡിൽ. ഓക്കെ, കാറ്റിനെ എവിടെ വിളിച്ചു? ഫീസ്റ്റിന് വിളിച്ചു, ഒരു യാർഡിൽ. അപ്പം കാറ്റിൻ്റെ C വന്നിട്ട് 3 ഓർത്ത് വയ്ക്കുക. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീറ്റ് ഓർത്ത് വയ്ക്കുക. ഒരു യാർഡിൽ എന്ന് പറഞ്ഞാൽ 1 യാർഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 5 1/2 yard = 1 rod അല്ലെങ്കിൽ 1 pod അല്ലെങ്കിൽ 1 perch. എങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് പറഞ്ഞാൽ ഈകൾ ഹാഫ് ആക്കി യാർഡിനെ എവിടെ? നോർത്ത് പോളിൽ. അവിടെ റോഡ് കൊണ്ട് കുത്തിയപ്പോൾ പെർച്ച് എന്ന് സൗണ്ട് വന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഈകൾ ഹാഫാക്കി, യാർഡിനെ ഹാഫാക്കി ഈകൾ. ഓക്കെ, എങ്ങനെയാണ് ഹാഫാക്കിയത്? എവിടെയാണ്? നോർത്ത് പോളിൽ. എന്നിട്ട് എന്ത് ചെയ്തു? റോഡ് വെച്ച് കുത്തിയപ്പോൾ പെർച്ചിന് സൗണ്ട് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈകളിലെ E വന്നിട്ട് 5, ഹാഫ് വന്നിട്ട് ഹാഫായിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ യാർഡ് വന്നിട്ട് യാർഡ് തന്നെ ഓർത്ത് വയ്ക്കുക. പിന്നെ വന്നിട്ട് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ ഓർത്ത് വയ്ക്കുക. റോഡ് ഓർത്ത് വയ്ക്കുക. 6 റോഡ് ഓർത്ത് വയ്ക്കുക.
പറിച്ച് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് 16 1/2 ഫീറ്റ് ഈസ് കണ്ട് 1 പോൾ. ഓക്കെ, ഒരു ഫിഷ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു, ഫീറ്റ് കൊണ്ട് എവിടെ പോളിൽ വെച്ചു, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു ഫിഷ്, വൺ ഫിഷ് അല്ല എ ഫിഷ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 1, ഫിഷ് എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, ഫീറ്റ് എന്ന് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് തന്നെ ഓർത്ത് വെക്കുക. പിന്നെ ഫീറ്റ് വെച്ചല്ലേ അങ്ങനെ ഇട്ടിരിക്കുന്നത്, അപ്പം ഫീറ്റ് എന്ന് ഓർത്ത് വെക്കുക. പോൾ അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് വന്നിട്ട് 4 പോൾ ഇസ് ഈക്വൽ ടു 66 ഫീറ്റ്. ഓക്കെ, 1 ഗണ്ടർ സ്റ്റെയിൻ അല്ലെങ്കിൽ സർവേ സ്റ്റെയിൻ. അപ്പോൾ 4 പോളോ മുട്ടായി ഓർത്ത് വയ്ക്കുക, 4 പോളോ മുട്ടായി ഓർത്ത് വയ്ക്കുക. പിന്നെ 6 വന്നിട്ട് ജി പോലെയാണ് ഇരിക്കുന്നത്. ജി വന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ ജി എഴുതുമ്പം 6 പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം 66 നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഗണ്ടർ സ്റ്റെയിൻ 10 ഗണ്ടർ സ്റ്റെയിൻ വന്നിട്ട് 66, ഒരു ഗണ്ടർ സ്റ്റെയിൻ 66 ഫീറ്റ് ആണ്. 10 ഗണ്ടർ സ്റ്റെയിൻ വന്നിട്ട് 660 ഫീറ്റ് ആയിരിക്കും. 1 ഫെർലോങ് ആയിരിക്കും. ഓക്കെ, അത് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് 10 വയസ്സുകാരൻ ഗണ്ണെടുത്ത് ഷീപ്പിൻ്റെ ഫെറിൽ വെടി വെച്ചു എന്ന് ഓർത്ത് വയ്ക്കാം. 10 വയസ്സുകാരൻ എന്ന് പറഞ്ഞാൽ 10, ആ ഗണ്ടർ സ്റ്റെയിന് മുമ്പിരിക്കുന്ന നമ്പർ 10 ആയിരിക്കും. ഗണ്ണ് വന്നിട്ട് ഗണ്ടർ സ്റ്റെയിൻ ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഫെറ് വന്നിട്ട് ഫെർലോങ് ഓർത്ത് വയ്ക്കാൻ പറ്റും. അടുത്തത് വന്നിട്ട് 8 ഫെർലോങ് ഇസ് ഈക്വൽ ടു 1 മൈൽ. ഹോസിൻ്റെ ഫെറിൽ എ മൈക്ക് വാസ് ദർ. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസിൻ്റെ ഫെറിൽ ഹെച്ച് വന്നിട്ട് 8. ഓക്കെ, ഫെറ് വന്ന് ഫെർലോങ്, എ എന്ന് പറഞ്ഞാൽ 1, മൈൽ എന്ന് പറഞ്ഞാൽ മൈക്ക്, ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് വന്നിട്ട് 6 ഫീറ്റ് ഇസ് ഈക്വൽ ടു 1 ഫാത്തം. ഫോക്സിൻ്റെ ഫീറ്റിൽ ഫോക്സ് എൻ്റെ ഫീറ്റിൽ കടിച്ചു, ഞാൻ ഫാറ്റ് ഗേൾ ആയിപ്പോയി എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് എൻ്റെ ഫീറ്റിൽ കടിച്ചു, ഞാൻ ഫാറ്റ് ഗേൾ ആയിപ്പോയി. ഫോക്സിലെ എഫ് വന്നിട്ട് 6, ഫീറ്റ് വന്നിട്ട് ഫീറ്റ് തന്നെയായിരിക്കും. ഫാറ്റ് വന്നിട്ട് ഫാറ്റ് എന്ന് പറഞ്ഞാൽ 1, ഫാറ്റ് എന്ന് പറഞ്ഞതിന് ഫാത്തം എന്ന് ഓർത്ത് വയ്ക്കുക. 120 ഫാത്തം ഇസ് ഈക്വൽ ടു 1 കേബിൾ ലെങ്ത്. പിന്നെ വന്നിട്ട് അതിന് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് എ ബാറ്റ് ആൻഡ് എ ബോൾ ഹോൾഡഡ് ഓൺ എ ലെങ്തി കേബിൾ അല്ല കേബിൾ ഓഫ് ലെങ്തി എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റ് ഒരു ബോളും ഒരു കേബിളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ലെങ്തി ആയിരിക്കും. ഓക്കെ, ഒരു ബാറ്റ് 1 ആണ് എ, ബി എന്ന് പറഞ്ഞ് 2, ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ഓക്കെ, പിന്നെ ഹോൾഡഡ് ഓൺ എ കേബിൾ, എ എന്ന് പറഞ്ഞതിന് 1, കേബിൾ എന്ന് പറഞ്ഞാൽ കേബിൾ തന്നെ ആയിരിക്കും. ലെങ്തി എന്ന് പറഞ്ഞാൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അടുത്തത് വന്നിട്ട് 6080 ഫീറ്റ് വന്നിട്ട് 1 നോട്ടിക്കൽ മൈൽ. പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വാല്യൂ തന്നെയാണ്. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാനാണ് നോട്ടിക്കൽ മൈൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഏരിയാസ് ആണ്. ഓക്കെ, ബേസിക് യൂണിറ്റ്സ് ഓഫ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സ്ക്വയർ മില്ലിമീറ്റർ വന്നിട്ട് 1 സ്ക്വയർ ഡെസിമീറ്റർ ആയിരിക്കും. 100 സ്ക്വയർ സെൻറ്റിമീറ്റർ വന്നിട്ട് 1 സ്ക്വയർ ഡെസിമീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ 100 സ്ക്വയർ ഡെസിമീറ്റർ വന്നിട്ട് 1 സ്ക്വയർ മീറ്റർ ആയിരിക്കും. 100 സ്ക്വയർ മീറ്റർ വന്നിട്ട് 1 ഏക്കർ ആയിരിക്കും. 100 ഏക്കർ വന്നിട്ട് 1 ഹെക്ടർ ആയിരിക്കും. 100 ഹെക്ടർ വെച്ചിട്ട് 1 സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. ഇത് വന്നിട്ട് ഈസി ആയിട്ട് പഠിക്കാം. അതുകൊണ്ട് തന്നെ ഞാനിത് ഷോർട്ടായിട്ട് മീൻസ് ഷോർട്ട് കട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല. അടുത്തത് ബ്രിട്ടീഷ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 144 സ്ക്വയർ ഇഞ്ചസ് വന്നിട്ട് 1 സ്ക്വയർ ഫൂട്ടാണ്. ഓക്കെ, 9 സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1 സ്ക്വയർ യാർഡ് ആയിരിക്കും. 31/4 സ്ക്വയർ യാർഡ് വന്നിട്ട് 1 സ്ക്വയർ റോഡ് ആയിരിക്കും. 40 സ്ക്വയർ റോഡ് വന്നിട്ട് 1 റൂഡ് ആയിരിക്കും. 4 റൂട്ട്സ് ഇസ് ഈക്വൽ ടു 1 ഏക്കർ ആയിരിക്കും. 640 ഏക്കർ വന്നിട്ട് 1 സ്ക്വയർ മൈൽ ആയിരിക്കും. 484 സ്ക്വയർ യാർഡ്സ് വന്നിട്ട് 1 സ്ക്വയർ ചെയിൻ ആയിരിക്കും. 10 സ്ക്വയർ ചെയിൻ വന്നിട്ട് 1 ഏക്കർ ആയിരിക്കും. ബേസിക് യൂണിറ്റ്സ് ഫോർ ആംഗുലർ മെഷർമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആംഗിൾ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ
the direction of two intersecting lines. The radian is a unit of plane angle. The radian is the angle between two radii of a circle which cuts on a circumference of an arc equal to the length of to the radius. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സർക്കിൾ വരികയാണ്, അതിൽ ഏതെങ്കിലും രണ്ട് റേഡിയൈ വന്നിട്ട് നമ്മുടെ സെൻറ്ററിൽ മീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു ആംഗിളിന് പറയുന്നതാണ് റേഡിയൻ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് സിസ്റ്റം ഓഫ് ആംഗുലർ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സർക്കംഫറൻസ്, ഒരു സർക്കിളിൻ്റെ ഫുൾ സർക്കംഫറൻസ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. 0 തൊട്ട് 360 ഡിഗ്രി ആയിരിക്കും ഒരു സർക്കംഫറൻസ്. 1 ഡിഗ്രി ആർക്ക് വന്നിട്ട് 60 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, 1 മിനിറ്റ് വന്നിട്ട് 60 സെക്കൻഡ്സ് ആയിരിക്കും. പിന്നെ സെൻറ്റിസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 400 ഗ്രാഡ്സ്, 1 ഗ്രാഡ്സ് ഇസ് ഈക്വൽ ടു 100 സെൻറ്റിഗ്രേഡ്സ്. പിന്നെ വന്നിട്ട് 1 സെൻറ്റിഗ്രേഡ് ഇസ് ഈക്വൽ ടു 100 സെൻറ്റിഗ്രേഡ് ആയിരിക്കും. ഓക്കെ, അടുത്തത് വന്ന് ഹവർ സിസ്റ്റം. 1 സർക്കംഫറൻസ് വന്നിട്ട് 24 അവേഴ്സ് ആയിരിക്കും. 1 ഹവർ വന്നിട്ട് 60 മിനിറ്റ്സ് ഇൻ ടൈം ആയിരിക്കും. 1 മിനിറ്റ് വന്നിട്ട് 60th സെക്കൻഡ് ഇൻ ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 സർക്കംഫറൻസ് 24 അവേഴ്സ് ഓർത്ത് വയ്ക്കുക. 1 ഹവർ വന്നിട്ട് 60 മിനിറ്റ്സ് ഓർത്ത് വയ്ക്കുക. 1 മിനിറ്റ് വന്നിട്ട് 60 സെക്കൻഡ്സ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ അത് നമുക്ക് തന്നെ മനസ്സിലാവും, ക്ലോക്കിൽ നോക്കുമ്പോൾ തന്നെ ഒരു സർക്കംഫറൻസ് ആകുമ്പോൾ 24 അവേഴ്സ് ആവും. ഓക്കെ, പിന്നെ 1 അവർ വന്നിട്ട് 60 മിനിറ്റ്സ് ഇൻ ടൈം. ഓക്കെ, ഒരു അവറിൽ 60 മിനിറ്റ്സ് ആയിരിക്കും നമ്മുടെ വലിയ സൂചി മൂവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 1 മിനിറ്റിൽ വന്നിട്ട് ആ സെക്കൻഡ്സ് 60 സെക്കൻഡ്സ് ആയിരിക്കും സെക്കൻഡ്സിൻ്റെ സൂചി മൂവ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ഓഫ് സർവേയർ വന്നിട്ട് ഫീൽഡ് വർക്ക്, ഓഫീസ് വർക്ക് ആൻഡ് കെയർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് കീപ്പിംഗ് ഓഫ് റെക്കോർഡ് ഇൻ ഫീൽഡ് നോട്ട്സ്. ഓക്കെ, ഫീൽഡിൽ എടുക്കുന്ന വർക്കിന് പറയുന്ന പേരാണ് ഫീൽഡ് വർക്ക്. ഓക്കെ, അതൊന്ന് നമ്മൾ നോട്ട്സിലൊക്കെ എഴുതും, അത് ഫീൽഡ് ബുക്ക് എന്ന് പറയും അതിന്. അടുത്തത് വന്നിട്ട് ഓഫീസ് വർക്ക്. ദ ഓഫീസ് വർക്ക് ഓഫ് എ സർവേ കൺസിസ്റ്റ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, ദ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ആൻഡ് സെക്ഷൻ ആൻഡ് ടു പ്രിപ്പയർ ടോപ്പോഗ്രാഫിക് മാപ്പ് ആണ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ദ പർപ്പസ് ഓഫ് പ്ലോട്ടിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് ഏരിയാസ് ആൻഡ് വോള്യൂംസ്. ഓക്കെ, പിന്നെ അടുത്തത് ഡിസൈനിങ് വന്നിട്ട് ഈ സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റൂട്ട് സർവേ, അതിന് വേണ്ടിയാണ് ഡിസൈനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പോഗ്രാഫിക് മാപ്പ് ഓർത്ത് വയ്ക്കുക. കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈനിങ് ഏരിയാസ് ആൻഡ് വോള്യൂംസ്. ഓക്കെ, ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് സർവേ കണ്ടുപിടിക്കാനാണ് ഡിസൈനിങ് ചെയ്യുന്നത്. പിന്നെ കെയർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സർവേ വന്നിട്ട് ഇൻസ്ട്രുമെൻറ്റ് ആർ വെരി ഡെലിക്കേറ്റ് ആൻഡ് മസ്റ്റ് ബി ഹാൻഡിൽഡ് വെരി ഗ്രേറ്റ് കെയർ. ഓക്കെ, എല്ലാ ഇൻസ്ട്രുമെൻറ്റും നല്ല ഡെലിക്കേറ്റ് ആയിരിക്കും. പെട്ടെന്ന് താഴെ വീണ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് വരാതിരിക്കാനാണ് നമ്മൾ നല്ല കെയർ എടുക്കണം എന്ന് പറയുന്നത്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.